വെൽക്കം ബാക്ക്. ഐഷാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലബാർ ഭാഗത്തൊക്കെ കല്യാണ വീടുകളിൽ കാണുന്ന ഒരു കോമൺ ആയിട്ടുള്ള വെൽക്കം ഡ്രിങ്ക് ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ഒരു കുഞ്ഞു ബെൽ ഐക്കൺ കൂടിയുണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ ഒരു വീഡിയോസ് നിങ്ങൾക്ക് മിസ്സാവില്ല. അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ റെസിപ്പിയിലേക്ക് പോവാം. ഈ ഫോട്ടോ കണ്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മളെ മലബാർ ഭാഗത്തൊക്കെ സ്ഥിരമായിട്ട് കാണുന്ന ഒരു വെൽക്കം ഡ്രിങ്ക് ആണ്. പ്രത്യേകിച്ച് കല്യാണ ഫംഗ്ഷനൊക്കെ ഈ ഒരു വെൽക്കം ഡ്രിങ്ക് ആയിരിക്കും സ്ഥിരമായിട്ട് നമ്മൾ കാണുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ഭയങ്കര ടേസ്റ്റാണ്. ഐസ്ക്രീം ജ്യൂസ് അടിച്ച് കുടിക്കുന്ന ആ ഒരു ടേസ്റ്റാണ്. പക്ഷേ ഈ ഒരു ഡ്രിങ്കിൽ ഒട്ടും തന്നെ ഐസ്ക്രീം ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല. ഐസ്ക്രീം ചേർക്കാത്ത ഐസ്ക്രീം വെള്ളം എന്നാണ് നമ്മളിതിനെ കോമൺ ആയിട്ട് പറയാറ്. ഇത് കുടിക്കുമ്പോൾ നമ്മൾ ഒട്ടും വിചാരിക്കില്ല ഇതിൽ ഐസ്ക്രീം ഒന്നും ചേർത്തിട്ടില്ല എന്ന്. പക്ഷേ ഇതിൽ ഐസ്ക്രീം ഇല്ല, പക്ഷെ നല്ല ടേസ്റ്റാണ്. അധികം ചിലവില്ലാത്തൊരു ഡ്രിങ്ക് കൂടിയാണ്. സൂപ്പർ ടേസ്റ്റിൽ അധികം ചിലവില്ലാത്ത ഒരു അടിപൊളി ഡ്രിങ്കാണ്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് കുടിച്ചവർക്ക് അതിൻ്റെ ടേസ്റ്റ് അറിയാം, അതുകൊണ്ട് തീർച്ചയായിട്ടും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് മലബാർ ഭാഗത്ത് കല്യാണ വീടുകളിൽ കാണുന്ന ഐസ്ക്രീം ഇല്ലാത്ത ഐസ്ക്രീം വെള്ളം എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ഒരു 4-5 ഗ്ലാസ് വെൽക്കം ഡ്രിങ്ക് തയ്യാറാക്കാനുള്ള റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്കൊരു 2 ഗ്ലാസ് പാല് വേണം. അതായത് ഒരു ഗ്ലാസ് 250 ml ആണ്. അപ്പോൾ 2 ഗ്ലാസ് വരുമ്പോൾ 500 ml വരും. 1/2 ലിറ്റർ പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ പാലൊന്ന് തിളപ്പിച്ചെടുക്കാം. നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പിയിലേക്ക് പാക്കറ്റ് മിൽക്ക് യൂസ് ചെയ്യാം, ഫ്രഷ് മിൽക്ക് യൂസ് ചെയ്യാം, ലോങ് ലൈഫ് മിൽക്കൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ പാല് ഏകദേശം ഒന്ന് ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഈ ഒരു ഡ്രിങ്ക് അത്യാവശ്യം മധുരം വേണം. അപ്പോൾ അതുകൊണ്ട് 2 കപ്പ് പാല്, അതായത് 1/2 ലിറ്റർ പാലിലേക്ക് ഞാനിപ്പോൾ ചേർക്കുന്നത് 1/2 കപ്പ് പഞ്ചസാരയാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഡ്രിങ്ക് കൂടുതലായിട്ട് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഈ ചേരുവകളെല്ലാം കൂടി ഒന്ന് ഡബിൾ ചെയ്തെടുത്താൽ മതി. അതായത് 1 ലിറ്റർ പാലിലേക്ക് 1 കപ്പ് പഞ്ചസാര, ആ ഒരു അളവിൽ എടുക്കുക. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് കസ്റ്റർഡ് പൗഡറാണ്. ഇതാണ് ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് വെച്ചാൽ. അപ്പോൾ കസ്റ്റർഡ് പൗഡർ എല്ലാവർക്കും അറിയുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 1/2 ലിറ്റർ പാലാണല്ലോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ മതി. ഞാനിപ്പോൾ മെഷറിംഗ് സ്പൂൺ വെച്ചിട്ടാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ കസ്റ്റർഡ് പൗഡർ കൂടി പോവാതെ ശ്രദ്ധിക്കുക. കൂടി പോയിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല ഈ ഒരു ഡ്രിങ്ക്. അപ്പോൾ ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ ആണ് എടുത്തിട്ടുള്ളത് 1/2 ലിറ്റർ പാലിലേക്ക് കേട്ടോ. അപ്പോൾ കസ്റ്റർഡ് പൗഡർ നേരിട്ട് ഈ ചൂടായ പാലിലേക്ക് ചേർത്ത് കൊടുക്കാതെ ആദ്യം കസ്റ്റർഡ് പൗഡർ കുറച്ച് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. കട്ടകളൊന്നും കൂടാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ കസ്റ്റർഡ് പൗഡർ ഇപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. പിന്നെ പാല് ഏകദേശം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് മാത്രമേ കസ്റ്റർഡ് പൗഡർ ചേർത്ത് കൊടുക്കാവൂ. അപ്പോൾ നമുക്ക് കസ്റ്റർഡ് പൗഡർ മാറ്റി വയ്ക്കാം. പിന്നെ 1/2 ലിറ്റർ പാലിലേക്ക് ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ മാത്രമാണല്ലോ ചേർത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഡ്രിങ്ക് യെല്ലോയിഷ് കളറൊന്നും ഉണ്ടാവില്ല. പിന്നെ ഈ ഒരു ഡ്രിങ്കിലേക്ക് നമുക്ക് കളേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. റോസ് എസെൻസ് ചേർത്തിട്ട് പിങ്ക് കളർ ആക്കിയെടുക്കാം, അല്ലെങ്കിൽ പിസ്ത എസെൻസ് ചേർത്തിട്ട് ഗ്രീൻ കളറൊക്കെ ആക്കിയെടുക്കാം. ഞാനിപ്പോൾ അതൊന്നും ആക്കിയെടുക്കുന്നില്ല, പ്ലെയിൻ ആയിട്ടാണ് ഈ ഒരു ഡ്രിങ്ക് റെഡിയാക്കുന്നത് കേട്ടോ. ചിലപ്പോൾ നിങ്ങളൊക്കെ ഈ ഒരു ഡ്രിങ്ക് പിങ്ക് കളറിലും ഗ്രീൻ കളറിലൊക്കെ ആവും കണ്ടിട്ടുണ്ടാവുക. അതുകൊണ്ടാണ് ഞാനിപ്പോൾ അത് പറഞ്ഞത് കളേഴ്സ് ആഡ് ചെയ്യാന്ന്. അപ്പോൾ പാലിപ്പോൾ ഏകദേശം ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കസ്റ്റർഡ് മിക്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. കട്ടകളൊന്നും കൂടാതെ ഫ്ലെയിം ഒന്ന് കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചേർക്കാൻ. ഞാനിപ്പോൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കാരണം ഇനി കട്ട പിടിക്കേണ്ട, ചിലപ്പോൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവരൊക്കെ ആണെങ്കിൽ കസ്റ്റർഡ് നേരിട്ട് വേണമെങ്കിൽ ചൂടായ പാലിലേക്ക്, തിളയ്ക്കുന്ന പാലിലേക്ക് ചേർത്ത് കൊടുക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. കാരണം കസ്റ്റർഡ് ചേർത്ത പാടെ ഈ മിക്സ്ചർ നന്നായിട്ട് കട്ട പിടിക്കും. അപ്പോൾ അതുകൊണ്ട് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക, കൈവിടാതെ മിക്സ് ചെയ്യുക. ഇനി ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് കസ്റ്റർഡ് നന്നായിട്ട് കുക്ക് ചെയ്യണം. അഥവാ കസ്റ്റർഡ് കുക്ക് ആയിട്ടില്ലെങ്കിൽ ആ ഒരു ടേസ്റ്റ് വരും. അപ്പോൾ പിന്നെ ഈ ഒരു ഡ്രിങ്കിന് കസ്റ്റർഡിന്റെ ഫ്ലേവർ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും കസ്റ്റർഡ് ഡ്രിങ്ക് ആണെന്നുള്ളത്. ഇതിപ്പോൾ നന്നായിട്ട് കുക്ക് ആയിട്ടുള്ള കസ്റ്റർഡ് ആണെങ്കിൽ, അതുപോലെ കുറഞ്ഞ കസ്റ്റർഡ് മാത്രം എടുത്തിട്ടുള്ളെങ്കിൽ നമ്മളിത് കുടിക്കുമ്പം ഐസ്ക്രീം ജ്യൂസ് അടിച്ച് കുടിക്കുന്ന ആ ഒരു ടേസ്റ്റ് തന്നെ വരുള്ളൂ.
അപ്പോൾ ചെറിയ ഫ്ലെയിമിൽ 1 മിനിറ്റ് കൈ വിടാതെ ഈ കസ്റ്റർഡ് ചേർത്ത ശേഷം മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് ഈ ഒരു ഡ്രിങ്കിലേക്ക് വേണ്ടത്. കാരണം ഇത് ചൂടാറിയ ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് ഇത് ഒന്നുകൂടെ ഒന്ന് തിക്കാവും. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം. ഇനി ഇത് ചൂടാറിയ ശേഷം, ചൂടാറിയിട്ട് മാത്രമേ ഫ്രിഡ്ജിൽ വെക്കാവൂ. ചൂടാറിയ ശേഷം ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം. അപ്പോൾ സാധാരണ വെൽക്കം ഡ്രിങ്ക് ആയിട്ട് നമ്മളിത് കൊടുക്കുമ്പോൾ തലേ ദിവസം ഇത് കസ്റ്റർഡ് ഉണ്ടാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കും. പിന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു ഡ്രിങ്ക് റെഡിയാക്കാം വളരെ സിമ്പിളായിട്ട്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ 2-3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള കസ്റ്റർഡാണ്. അപ്പോൾ ഫ്രിഡ്ജിൽ താഴെയാണ് കേട്ടോ വെക്കാനുള്ളത്, ഫ്രീസറിലല്ല. ഇനി നമുക്കിത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാനിത് ബ്ലെൻഡറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഈ ഒരു കസ്റ്റർഡ് മിക്സ് നമുക്ക് നല്ലൊരു എയർ ടൈറ്റ് ഉള്ള കണ്ടെയ്നറിൽ എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ 2-3 ദിവസമൊക്കെ നമുക്ക് സൂക്ഷിക്കാം. അപ്പോൾ നമുക്കിത് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഈ ഒരു ഡ്രിങ്ക് റെഡിയാക്കാനും പറ്റും. ഇനി ഈ കസ്റ്റർഡ് മിക്സിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് ഐസ് ക്യൂബ്സ് ആണ്. ഒരു 5-6 ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുന്നുള്ളൂ ഞാൻ. വേണമെങ്കിൽ ഒരു 10 ഐസ് ക്യൂബ്സോളം ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വെള്ളം ചേർക്കരുത്, അതുപോലെ തന്നെ പാലും ചേർക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്കിത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല സ്മൂത്തായിട്ട് ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മൾ ഐസ്ക്രീം ജ്യൂസ് അടിച്ച ആ ഒരു ടെക്സ്ചറിലാണ് ഈ ഒരു ഡ്രിങ്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കസ്റ്റർഡിൻ്റെ വെള്ളം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ എന്തൊക്കെയാണ് ചേർക്കേണ്ടത് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഐസ് ക്യൂബ്സ് വല്ലാണ്ട് ബ്ലെൻഡ് ആയിട്ടില്ലെന്ന് തോന്നുന്നു. എന്നാലും കുഴപ്പമില്ല, നമ്മുടെ ഈ കസ്റ്റർഡ് വാട്ടർ നന്നായിട്ട് ബ്ലെൻഡായി നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്. ഐസ് ക്യൂബ്സ് പിന്നെ കുഴപ്പമില്ല, നമ്മൾ കുടിക്കുമ്പോൾ അത് ശരിയായിക്കോളും. ഇനി നമുക്കിതിലേക്ക് എന്തൊക്കെ ചേർക്കാനുള്ളത് നോക്കാം. അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് കുടിച്ചവർക്കറിയാം, ഇത് കുടിക്കുമ്പം എന്തൊക്കെയോ ക്രഞ്ചി ആയിട്ട് കടിക്കുന്നൊക്കെ പോലെ തോന്നാറുണ്ടല്ലോ. അപ്പോൾ അതിലേക്ക് നമ്മളിപ്പോൾ ചേർക്കുന്നത് കസ്കസ് ആണ്. ബ്ലാക്ക് കസ്കസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ സബ്ജ സീഡ് ഒരു 2 ടേബിൾ സ്പൂണോളം എടുത്തിട്ട് അല്പം വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചതാണ്. സബ്ജ സീഡ് പെട്ടെന്ന് സോക്കായി കിട്ടും. ഒരു 1 മിനിറ്റൊക്കെ വെച്ചാൽ തന്നെ സോക്കായി കിട്ടും. അപ്പോൾ ഇതിലേക്ക് നമുക്ക് അത് അല്പം ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ ഒരു ഡ്രിങ്ക് നമ്മളിങ്ങനെ പ്ലെയിൻ ആയിട്ട് കുടിക്കുന്നതിലും ടേസ്റ്റ് ഇതെല്ലാം ചേർത്തിട്ട് ഒരു ക്രഞ്ചി ആയിട്ട് കുടിക്കുന്നതാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരു ചെറിയൊരു കഷ്ണം ആപ്പിൾ, തൊലിയൊന്നും കളഞ്ഞിട്ടില്ല, ചെറുതായിട്ട് സ്ലൈസ് ചെയ്തിട്ട് പിന്നെ അത് കുഞ്ഞു കുഞ്ഞു കഷ്ണമായിട്ട് കട്ട് ചെയ്തതാണ്. പിന്നെ ക്യാരറ്റ് തൊലി കളഞ്ഞിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഈ ആപ്പിൾ കട്ട് ചെയ്തെടുക്കുക, ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുക്കുക. പിന്നെ അതുപോലെ അല്പം കാഷ്യൂസ് എടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. പിന്നെ കല്യാണ വീടുകളിലും അതുപോലെ ഫംഗ്ഷനിലൊക്കെ നമ്മൾ ഈ ഒരു വെൽക്കം ഡ്രിങ്ക് കുടിക്കുമ്പം നട്ട്സ് ഒന്നും ഇടാറില്ലെന്ന് തോന്നുന്നു. ആ ടേസ്റ്റ് ഒന്നും വരാറില്ല. പക്ഷേ ആപ്പിൾ ചെറുതായിട്ട് കട്ട് ചെയ്തത് ഉണ്ടാവാറുണ്ട്, അതുപോലെ തന്നെ കസ്കസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതൊക്കെ നല്ല പാകത്തിന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ശരിക്കും ഈ ഒരു ഡ്രിങ്ക് ഇതെല്ലാം ചേർത്ത ശേഷം ഒരു 10-15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കണം. എന്നാലേ ഈ പതൊക്കെ നന്നായിട്ട് സെറ്റിലായിട്ട് ഈ ഒരു ഡ്രിങ്കിൻ്റെ ആ ഒരു കറക്റ്റ് ടെക്സ്ചറിൽ കിട്ടുള്ളൂ. ഞാനിപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഗ്ലാസ്സിലേക്ക് ഒഴിക്കുകയാണ്, എനിക്ക് ഫൈനൽ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളിത് തയ്യാറാക്കുകയാണെങ്കിൽ ഈ പതൊക്കെ നന്നായിട്ട് സെറ്റിലാവുന്നവരെ വേണമെങ്കിൽ പുറത്ത് വയ്ക്കാം, അധികം തണുപ്പ് വേണ്ടെന്നാണെങ്കിൽ, അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അല്പനേരം കഴിഞ്ഞിട്ട് എടുക്കുക. എന്നാലേ ആ ഒരു കറക്റ്റ് ടെക്സ്ചറിൽ കിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഈ ഒരു ഡ്രിങ്കിന് ഈ ഒരു തിക്നെസ് വേണം, ഒരുപാട് ലൂസാക്കി എടുക്കരുത്. അങ്ങനെ വരുമ്പോൾ ആ ഒരു ശരിക്കുള്ള ടേസ്റ്റ് ഉണ്ടാവില്ല. ഇത് നമ്മൾ അല്പനേരം ഇങ്ങനെ പുറത്ത് വയ്ക്കുമ്പോൾ ആ പതൊക്കെ നന്നായിട്ട് സെറ്റിലാവാനുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ആ ഒരു ശരിക്കുള്ള ആ ഒരു ടെക്സ്ചർ കിട്ടല് ഈ ഒരു ഡ്രിങ്കിന്. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് ലൂസാവും. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ അല്പം നട്ട്സോ അല്ലെങ്കിൽ ആപ്പിൾ സ്ലൈസസോ ഇട്ടിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ ഈ ഒരു ഡ്രിങ്ക് നിങ്ങൾക്ക് കാണിക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു 10-15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തിട്ടുള്ള ഡ്രിങ്കാണ്. ഇപ്പോൾ കണ്ടോ, ഈ ഒരു ടെക്സ്ചറിലാണ് നമുക്ക് വേണ്ടത്. പതൊക്കെ നന്നായിട്ട് സെറ്റിലായിട്ട് നല്ല കറക്റ്റ് ടെക്സ്ചറിൽ വന്നിട്ടുണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ എസെൻസുകൾ ചേർക്കാം. അപ്പോൾ പിങ്ക് കളറോ അല്ലെങ്കിൽ പിസ്ത കളറോ ചേർത്തിട്ട് നല്ല വേറൊരു കളറിലാക്കി എടുക്കാം ഈ ഒരു ഡ്രിങ്ക്. അപ്പോൾ മലബാർ ഭാഗത്തൊക്കെ കല്യാണ വീടുകളിൽ കാണുന്ന കോമൺ ആയിട്ടുള്ള ഒരു വെൽക്കം ഡ്രിങ്ക് ആണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുടിച്ചവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുന്നുള്ളത് ഉറപ്പാണ്. കുടിക്കാത്തവരുണ്ടെങ്കിൽ ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾ എന്തായാലും അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാക്കും, വീണ്ടും വീണ്ടും തയ്യാറാക്കും എന്നുള്ളത് ഉറപ്പാണ്. അത്രയും ടേസ്റ്റാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ് അത്. ആ ആപ്പിൾ സ്ലൈസസ് കടിക്കുമ്പോഴും അതുപോലെ ക്യാരറ്റിൻ്റെ സ്ലൈസസും നട്ട്സൊക്കെ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്.
അപ്പോൾ വേറെ റെസിപ്പിയുമായിട്ട് വീണ്ടും വരുന്നവരേക്കും ബൈ. താങ്ക് യു.